So next question is, determine the horizontal thrust at each support for the 3-hinged arch shown in figure. So this is the 3-hinged arch. അപ്പം ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന അൺസിമെട്രിക് ആർച്ചാണ്. ഒരു ആർച്ച് എൻഡ് ഹയർ പൊസിഷനിൽ, ഒരു ആർച്ച് എൻഡ് ലോവർ പൊസിഷനിൽ, ഹൈറ്റ് വ്യത്യാസമുള്ള ഒരു 3-hinged ആർച്ചാണ് ഈ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എച്ച് വാല്യൂ, രണ്ട് എൻഡിലും ആക്ട് ചെയ്യുന്ന എച്ച് വാല്യൂ കണ്ടുപിടിക്കുക. സോ ഇവിടെ എയിൽ ഹിഞ്ച്ഡ് ആണ്, ബിയിലും ഹിഞ്ച്ഡ് ആണ്, സിയിലും ഹിഞ്ച്ഡ് ആണ്. എയിൽ വി എ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ട്. ബിയിലും വി ബി റിയാക്ഷൻ ആക്ട് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ത്രസ്റ്റും ഉണ്ട്. ഇനി ഈ എ പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് സി വരെയുള്ള ക്രൗൺ ഹിഞ്ച് വരെയുള്ള ഹൈറ്റിനെയാണ് H1 എന്ന് പറയുന്നത്. ആ ലെങ്തിനെ L1 എന്നും പറയും. എ പോയിൻ്റ് തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസിനെ L1 ഹൈറ്റ് റൈസിനെ H1 എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഇനി ബി പോയിൻ്റിൽ നിന്ന് ക്രൗൺ ഹിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസിന് L2 എന്നും ആ ഹൈറ്റിനെ H2 എന്നും ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, W. ആ W ലോഡ് ആക്ട് ചെയ്യുന്നത് ക്രൗൺ ഹിഞ്ചിൽ നിന്ന് എ ഡിസ്റ്റൻസ് മാറിയാണ്. സോ നമുക്കിവിടെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നേരത്തെ നമ്മൾ സിമെട്രിക്കിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാണുന്നതിന് ആദ്യമേ നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷൻസ് വി എ ആൻഡ് വി ബി കണ്ടുപിടിക്കുമായിരുന്നു. ആ വി എ വി ബി കണ്ടുപിടിക്കുന്നതിന് ഏതെങ്കിലും ഒരു എൻ പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ മൊമെൻ്റ് എബൌട്ട് എടുക്കുന്നത്. ഒന്നെങ്കിൽ എ പോയിൻറ്റിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ബി പോയിൻറ്റിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുത്ത് റിയാക്ഷൻസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ അൺസിമെട്രിക് കേസിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം രണ്ടും രണ്ട് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ നിന്ന് നമുക്ക് എബൌട്ട് മൊമെൻ്റ് എടുത്താൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈസിയർ മെത്തേഡ് എന്ന് പറയുന്നത് ക്രൗൺ ഹിഞ്ചിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. സോ ഇവിടെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ടേക്കിംഗ് മൊമെൻ്റ് എബൌട്ട് സി ഓഫ് ഫോഴ്സ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് സി. അപ്പം ക്രൗൺ ഹിഞ്ചിന് എബൌട്ടായിട്ട് ലെഫ്റ്റ് സൈഡിൽ മൊമെൻ്റ് എടുക്കുക, ക്രൗൺ ഹിഞ്ചിന് എബൌട്ടായിട്ട് റൈറ്റ് സൈഡിൽ മൊമെൻ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്തേക്കുന്നത് ലെഫ്റ്റ് സൈഡ്, സിക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ക്രൗൺ ഹിഞ്ചിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മൊമെൻ്റ് എടുക്കുക. ദാറ്റ് ഈസ് ടേക്കിംഗ് മൊമെൻ്റ് എബൌട്ട് സി ഓഫ് ഫോഴ്സ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് സി. അപ്പോൾ എ സി പാർട്ടിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ടേക്കിംഗ് എ സി പാർട്ട് മാത്രം കൺസിഡർ ചെയ്യുക. ടേക്കിംഗ് മൊമെൻ്റ് എബൌട്ട് സി. അപ്പോൾ മൊമെൻ്റ് എബൌട്ട് സി എടുക്കുമ്പം ഏതൊക്കെയാണ് വരുന്നത്? വി എ ഇൻറ്റു L1, വി എ ഇൻറ്റു L1. വി എ പോകുന്നത് എബൌട്ട് സി ആകുമ്പം വി എ പോകുന്നത് ഏത് ഡയറക്ഷനിലാണ്? വി എയുടെ ഡയറക്ഷൻ അപ്വേർഡാണ്. അത് കറങ്ങി സി എ കറങ്ങി വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇനി ഏതാണുള്ളത്? എ സിയിലുള്ളത് H ഉണ്ട്, ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പോൾ H ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ടുവേഴ്സ് റൈറ്റ് ആണ് അല്ലേ? എച്ചിൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആരോ സി എ കറങ്ങി വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ശരിയല്ലേ? അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവാണ്. അപ്പം H ഇൻറ്റു H1. പിന്നെ അവിടെയുള്ള ലോഡ് W, അതും ഡൗൺവേർഡാണ്. ഡബ്ല്യൂയുടെ ഡയറക്ഷൻ അത് സിക്ക് എബൌട്ടായിട്ട് റൗണ്ട് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പം അത് നെഗറ്റീവാണ്. സോ വി എ ഇൻറ്റു L1, വി എ ഇൻറ്റു L1 മാത്രമാണ് ക്ലോക്ക് വൈസ്, അതുകൊണ്ട് പോസിറ്റീവാണ്. വി എ ഇൻറ്റു L1 ഈക്വൽ ടു H ഇൻറ്റു H1 പ്ലസ് W ഇൻറ്റു എ. എച്ചും ലോഡ് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് അത് നെഗറ്റീവ്. സോ അത് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതി. അതിനെ ഇക്വേഷൻ 1 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് വി എ വാല്യൂ നമ്മൾ എടുക്കുക. വി എയുടെ ടേംസിൽ നമ്മൾ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുക. അപ്പം വി എയുടെ ടേംസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ വി എ ഈക്വൽ ടു ക്യാപിറ്റൽ H ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, H ഇൻറ്റു സ്മോൾ h1 റൈസ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സി വരെയുള്ള H1 ബൈ L1 പ്ലസ് W എ ലോഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ക്രൗൺ ഹിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ് W എ ബൈ L1. ആ ടേംസിലേക്ക് നമ്മൾ ഇക്വേഷൻ ചേഞ്ച് ചെയ്തു വി എ ടേംസിൽ. ഇനി നെക്സ്റ്റ് ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് സി ഓൺ റൈറ്റ് സൈഡ്.
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വി എയുടെയും വി ബിയുടെയും ടേംസിൽ നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. പിന്നെ വി എയും വി ബിയും കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നേരത്തെ ആണെങ്കിൽ നമ്മൾ സിമ്മട്രിക്കിൻ്റെ കേസിൽ മാത്രം എങ്ങനെ വേണം, ഏതെങ്കിലും എൻ പോയിന്റിൽ നിന്ന് നമുക്ക് മൊമെൻ്റ് എടുത്ത് വെർട്ടിക്കൽ റിയാക്ഷൻസ് ആദ്യം കണ്ടുപിടിക്കാം. അതിനുശേഷം ക്രൗൺ ഹിഞ്ചിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുത്താൽ ചെയ്താൽ മതി. പക്ഷേ അൺസിമെട്രിക്കിൻ്റെ കേസിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ക്രൗൺ ഹിഞ്ചിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുത്ത് രണ്ട് സൈഡിലേക്കും നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ വി എയുടെ ടേംസിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, വി ബിയുടെ ടേംസിലും നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ അടുത്തത് ചെയ്യുന്നത് ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് സി ഓഫ് ഫോഴ്സ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് സി. സിക്ക് റൈറ്റ് സൈഡ് എടുക്കുക. അപ്പോൾ എന്താ വരുന്നത്, വി ബി ഇൻറ്റു L2 വി ബി സി പാർട്ട് മാത്രം നോക്കുക. വി ബി അപ്വേർഡ് പോവുകയാണ്. അപ്പോൾ വി ബി സിക്ക് റൗണ്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പം വി ബി ഇൻറ്റു L2. പിന്നെ എച്ച് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എബൌട്ട് സിക്ക് നോക്കുമ്പോൾ എച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ അത് പോസിറ്റീവ്. അപ്പോൾ എച്ച് ഇൻറ്റു H2 വി ബി ഇൻറ്റു L2. അതിനെ വി ബിയുടെ ടേംസിലേക്ക് നമ്മൾ മാറ്റി. ഇനി അടുത്തത് നമുക്കറിയാം, നമുക്ക് നേരത്തെ അറിയാം, വെർട്ടിക്കൽ റിയാക്ഷൻസ് സം ഓഫ് വെർട്ടിക്കൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് എന്ന്. അപ്പോൾ ആ ടേംസിലേക്ക് നമ്മൾ മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഇവിടെ തിരിച്ചാണ് എഴുതിയേക്കുന്നത്. ഇത് സെക്കൻഡ് ഇക്വേഷൻ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യുക. സോ വി എ പ്ലസ് വി ബി ഈക്വൽ ടു വി എയുടെ ടേംസിലുള്ള പിന്നെ വി ബിയുടെ ടേംസിലുള്ളതും കൂടെ എച്ചിൻ്റെ ടേംസിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക, വി എ വി ബി ആഡ് ചെയ്യുക. ദെൻ വി നോ വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു അല്ലേ. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു H1 ബൈ L1 പ്ലസ് H2 ബൈ L2 പ്ലസ് ഡബ്ല്യു എ ബൈ W1. ഇനി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ലൈക്ക് ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എച്ചിൻ്റെ ടേംസ് ഒരു സൈഡിലും ഡബ്ല്യു ടേംസ് അടുത്ത സൈഡിലും കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എന്തുവാ വരുന്നത്, അപ്പം എച്ച് ഇൻറ്റു ഈ ഒരു എച്ച് ടേംസ് ഒരു സൈഡിൽ, ഡബ്ല്യു ടേംസ് ഒരു സൈഡിൽ. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് എച്ച് വാല്യൂ കിട്ടും. അപ്പം ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L2 ഇൻറ്റു L1 മൈനസ് എ ബൈ H1 L2 പ്ലസ് H2 L1. അതാണ് എച്ച് വാല്യൂ. ഇപ്പോൾ രണ്ട് സൈഡിലും ആക്ട് ചെയ്യുന്ന എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു L2 ഇൻറ്റു L1 മൈനസ് എ ബൈ H1 L2 പ്ലസ് H2 L1. അതാണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ വാല്യൂ. അൺസിമെട്രിക് കേസിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിക്കുന്ന വേ ആണ് ഇപ്പം പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ ആദ്യമേ ക്രൗൺ ഹിഞ്ചിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക, രണ്ട് സൈഡിലേക്ക് മൊമെൻ്റ് എടുക്കുക. അപ്പോൾ വി എയുടെ ടേംസിലും വി ബിയുടെ ടേംസിലും ഒരു ഇക്വേഷൻ കിട്ടും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതിൽ നിന്ന് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഡെറിവേഷൻ പാർട്ടായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻ അൺസിമെട്രിക്കൽ ആർച്ചിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ലോഡ് റൈറ്റ് സൈഡിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ രണ്ട് സൈഡിലും ലോഡ് ഉണ്ടെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം, ചെയ്തിട്ട് അത് എനിക്ക് അയച്ചും തരണം കേട്ടോ. So, a 3-hinged parabolic arch ACB span 30 meter has its support at depth 4 meter and 60 meter below the crown hinge C. The arch carries a point load of 60 kilonewton at a distance of 5 meter from C and a point load of 120 kilonewton at a distance of 10 meter from C. Find the reaction at the support and bending moments under the loads.
സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റിയാക്ഷൻസും കണ്ടുപിടിക്കണം, ലോഡ്സിന് അണ്ടറിലുള്ള ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കണം. സോ നേരത്തെ അപ്പോൾ ഇതാണ് പ്രോബ്ലം ഫിഗർ. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഫിഗർ വരത്തില്ല, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ഫിഗർ വരയ്ക്കാൻ നോക്കണം, എങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എ 3 ഹിഞ്ച്ഡ് പാരാബോളിക് ആർച്ച് ACB ഓഫ് സ്പാൻ 30 മീറ്റർ. അപ്പം 30 മീറ്റർ സ്പാനാണ് ആ ആർച്ചിൻ്റെത്. അതിൽ നിന്ന് സപ്പോർട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് സപ്പോർട്ട് അറ്റ് ഡെപ്ത് 4 മീറ്റർ ആൻഡ് 16 മീറ്റർ. അപ്പം അതിൻ്റെ ഡെപ്ത്ത്, ഒരു ഡെപ്ത്ത് 4 മീറ്ററും അടുത്തതിൻ്റെ ഡെപ്ത്ത് ക്രൗൺ ഹിഞ്ചിൽ നിന്ന് 4 മീറ്റർ മാറിയ ഒരു സപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ 16 മീറ്റർ മാറിയ ഒരു സപ്പോർട്ടുണ്ട്. ദാറ്റ് ഈസ് H1. സിന്ന് 4 മീറ്റർ മാറിയാണ് A, 16 ഡെപ്ത്ത് മാറിയ റൈസാണ് B. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ആർച്ച് കാരീസ് എ പോയിന്റ് ലോഡ് ഓഫ് 60 കിലോ ന്യൂട്ടൺ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 മീറ്റർ ഫ്രം സി. സിന്ന് 5 മീറ്റർ മാറി ഒരു 60 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണ്? പോയിന്റ് ലോഡ് 60 കിലോ ന്യൂട്ടൺ അറ്റ് എ ഡിസ്റ്റൻസ് 5 മീറ്റർ ഫ്രം സി ആൻഡ് എ പോയിന്റ് ലോഡ് ഓഫ് 120 കിലോ ന്യൂട്ടൺ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 മീറ്റർ ഫ്രം സി. അപ്പം 10 മീറ്റർ മാറി. ഇത് ആക്ച്വലി ഇതിൽ ലെഫ്റ്റും റൈറ്റും ആണ്, പക്ഷേ ഇത് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യനായിട്ട് പ്രോബ്ലം വൈസ് തന്നേക്കാണ്. അപ്പം ഇപ്പം ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 5 മീറ്റർ ഫ്രം സി ടു ദ ലെഫ്റ്റ് നിന്നും 10 മീറ്റർ ഫ്രം സി ടു ദ റൈറ്റ് നിന്നും ഫിഗർ ഇല്ലാത്ത ക്വസ്റ്റ്യനിലാണെങ്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്യും. ഇതിപ്പോൾ സ്പെസിഫൈ ചെയ്തില്ല, വിത്ത് ഫിഗർ ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ 5 മീറ്റർ ഫ്രം സി ആൻഡ് 10 മീറ്റർ ഫ്രം സി. അപ്പോൾ രണ്ട് സൈഡിലോട്ടാണ് പോയിന്റ് ലോഡിൽ നിന്ന് ആക്ട് ചെയ്യുന്നത്, സോറി ക്രൗൺ ഹിഞ്ചിൽ നിന്ന് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് VA VB റിയാക്ഷൻസും കണ്ടുപിടിക്കണം, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിക്കുക. ഏത് ആർച്ച് ഫിഗർ തന്നാലും അതിൽ വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ ത്രസ്റ്റും മസ്റ്റായിട്ടും കണ്ടുപിടിക്കണം. പിന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഇൻ കേസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പം അനലൈസ് ചെയ്യുക ആർച്ച് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ ത്രസ്റ്റും മാത്രമാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ വെർട്ടിക്കൽ റിയാക്ഷനും കണ്ടുപിടിക്കണം, ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ലോഡ്സ് എന്ന് പറഞ്ഞാൽ 60 കിലോ ന്യൂട്ടൻ്റെയും 120 കിലോ ന്യൂട്ടൻ്റെയും താഴെയുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റിലെ VA VB വെർട്ടിക്കൽ റിയാക്ഷൻ, ലെറ്റ് VA ആൻഡ് BB be the vertical reaction. Then H is the horizontal thrust. ഹൊറിസോണ്ടൽ രണ്ട് എൻഡിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്. നമുക്കറിയാം VA പ്ലസ് VB ഈക്വൽ ടു ടോട്ടൽ ലോഡ്, ദാറ്റ് ഈസ് VA പ്ലസ് VB ഈക്വൽ ടു 60 പ്ലസ് 120, ദാറ്റ് ഈസ് 180 കിലോ ന്യൂട്ടൺ. ഇനി ലെങ്ത് L1 എന്ന് പറയുന്നത് 10 മീറ്റർ, ലെഫ്റ്റ് സൈഡിലെ ലെങ്ത് 10 മീറ്ററും റൈറ്റ് സൈഡിലെ ലെങ്ത് 20 മീറ്ററുമാണ്. അങ്ങനെ ടോട്ടൽ സ്പാൻ 30 മീറ്റർ. പിന്നെ ഹൈറ്റ്, ലെഫ്റ്റ് സൈഡ് സപ്പോർട്ട് എ സപ്പോർട്ടിൻ്റെ ക്രൗൺ ഹിഞ്ചിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്, ഡെപ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ. എ സപ്പോർട്ടിൻ്റെ ഡെപ്ത് ഫ്രം ക്രൗൺ ഹിഞ്ച് സി. H2ൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് സി ഫ്രം ദ ലെഫ്റ്റ്, അതുപോലെ തന്നെ മൊമെൻ്റ് അബൌട്ട് സി ഫ്രം ദ റൈറ്റ്. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? VA ഇൻറ്റു 10. അപ്പം ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് സി ഓഫ് ഫോഴ്സസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ AC പാർട്ടാണ്. അപ്പം അബൌട്ട് സിക്ക് മൊമെൻ്റ് എടുക്കുമ്പം ഏതൊക്കെ വരും? VA വരും, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ട്, ലോഡ് ഉണ്ട്. അപ്പം VA അപ്പം ഏതൊക്കെയാണ്? VA ഉണ്ട്, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ട്, ലോഡ് ഉണ്ട്. അപ്പം അബൌട്ട് സി ടു ദ ലെഫ്റ്റ് എടുക്കുമ്പോൾ VA ഇൻറ്റു L1. അപ്പോൾ എന്താ വരുന്നത്? VA ഇൻറ്റു 10. VA പോകുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്, Hൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, 60 ലോഡിൻ്റെ ഡയറക്ഷനും അബൌട്ട് സി ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പോൾ VA ഇൻറ്റു 10, ദെൻ H ഇൻറ്റു ഹൈറ്റ് H1, ക്യാപിറ്റൽ H ഇൻറ്റു 4 പ്ലസ് 60 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? VA ഇൻറ്റു 10 ഈക്വൽ ടു H ഇൻറ്റു 4 പ്ലസ് 60 ഇൻറ്റു 5. അതിൽ നിന്ന് VAയുടെ ടേംസിൽ മാത്രം ഇക്വേഷൻ എഴുതുക. സെയിം വേ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് സി ഫ്രം റൈറ്റ്. അപ്പോൾ എന്തുവാ വരുന്നത്?
റൈറ്റ് സൈഡ് ആകുമ്പോൾ ബി സി പാർട്ട്. റൈറ്റ് സൈഡിൽ ഏതൊക്കെയാണ് ഉള്ളത്? വി ബി ഉണ്ട്, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ച് ഉണ്ട്, ലോഡ് ഉണ്ട്. ഇപ്പോൾ വി ബി ആക്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എബൌട്ട് സിക്ക് വി ബി എബൌട്ട് സിക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എച്ച് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ലോഡ് 120യും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം വി ബി ആൻറ്റി നെഗറ്റീവ് ആയിരിക്കും, എച്ചും ലോഡും പോസിറ്റീവ് ആയിരിക്കും. അപ്പം എങ്ങനെ ഇക്വേഷൻ വരുന്നത്? ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് സി. അപ്പം വി ബി ഇൻറ്റു 20 ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് ഇൻറ്റു 16 പ്ലസ് 120 ഇൻറ്റു 10. കണ്ടോ? വി ബി ഇൻറ്റു 20 ഈക്വൽ ടു എച്ച് ഇൻറ്റു 16 പ്ലസ് 120 ഇൻറ്റു 10. അതിൽ നിന്ന് വി ബിയുടെ ടേംസിലേക്ക് നമ്മൾ ഇക്വേഷൻ മാറ്റി കേട്ടോ. ഇനി ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യുക. അപ്പോൾ വി എ പ്ലസ് വി ബി ഈക്വൽ ടു 0.4 എച്ച് പ്ലസ് 30 പ്ലസ് 0.8 എച്ച് പ്ലസ് 60. നമുക്കറിയാം വി എ പ്ലസ് വി ബി എന്ന് പറയുന്നത് ടോട്ടൽ ലോഡ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 180 കിലോ ന്യൂട്ടൺ. അപ്പം വി എ പ്ലസ് വി ബിയുടെ വാല്യൂ അവിടെ എഴുതുക 180. പിന്നെ ഇത് സോൾവ് ചെയ്യുക. എച്ചിൻ്റെ ടേംസിൽ സോൾവ് ചെയ്ത് വരുമ്പം 180 ഈക്വൽ ടു 1.2 എച്ച് പ്ലസ് 90 എന്ന വാല്യൂ കിട്ടും. അതിൽ നിന്ന് എച്ച് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് സപ്പോർട്ട്സിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ് വാല്യൂ കിട്ടും. ഇവിടെ എച്ച് വാല്യൂ എന്ന് പറയുന്നത് 75 കിലോ ന്യൂട്ടൺ. ഇനി ഈ എച്ച് വാല്യൂ ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി എയുടെയും വി ബിയുടെയും വാല്യൂ കിട്ടും. അപ്പോൾ എച്ച് 75 ആണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നമുക്ക് വാല്യൂ കിട്ടിയേക്കുന്നത്. ആ ക്യാപിറ്റൽ എച്ചിൻ്റെ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? വി എ ഈക്വൽ ടു 0.4 ഇൻറ്റു 75 പ്ലസ് 30. വി എ വാല്യൂ 60 കിലോ ന്യൂട്ടൺ ആയിരിക്കും. വി ബിയുടെ വാല്യൂ 120 കിലോ ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിച്ചു, ഹൊറിസോണ്ടൽ ത്രസ്റ്റും കണ്ടുപിടിച്ചു. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദി ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദി ലോഡ്സ്. അപ്പം ബെൻഡിങ് മൊമെൻ്റ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്തോ വേണം? നമ്മൾ നേരത്തെ സിമെട്രിക്കലി ചെയ്ത പോലെ എങ്ങനെയായിരുന്നു? ആ ഏത് പോയിൻ്റ് ആണോ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഇപ്പം ഏത് പോയിൻ്റ് ആണോ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആ പർട്ടിക്കുലർ സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുക. ഇവിടെ പറഞ്ഞേക്കുന്നത് ലോഡ്സിന് താഴെയുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ. ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദി ലോഡ്സ് ആണ്. അപ്പം 60 വരെയുള്ള എന്ന് പറഞ്ഞാൽ എ ഡി, നമ്മൾക്ക് ആ പോയിന്റിന് ഡി എന്ന് ടേം ചെയ്യാം. അപ്പം എ ഡി വരെയുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഈ 60 ലോഡ് ആക്ട് ചെയ്യുന്നിടത്തുള്ള ബെൻഡിങ് മൊമെൻറ്റും 120 ആക്ട് ചെയ്യുന്നിടത്തുള്ള ബെൻഡിങ് മൊമെൻറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് ഡി. 120യുടെ കേസിലാണെങ്കിൽ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് ഇ. അപ്പം മൊമെൻറ്റ് അബൌട്ട് ഡി കൺസിഡർ ചെയ്യുക. അപ്പം എ ഡി സെക്ഷൻ മാത്രം നോക്കുക. എന്തൊക്കെ വരും? വി എയും ഉണ്ട്, ഹൊറിസോണ്ടൽ ത്രസ്റ്റും ഉണ്ട്. ലോഡ് നോക്കണ്ട, കാരണം ആ പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്. അപ്പം 60 കിലോ ന്യൂട്ടൺ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതിന് ഇപ്പുറത്തോട്ടുള്ള ബാക്കി ഉള്ള റിയാക്ഷൻസ് ഫോഴ്സസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പം ഡി പോയിന്റിൽ 60 ഉണ്ടെന്നും പറഞ്ഞ് അത് എടുക്കണ്ട. ആ ലോഡിൻ്റെ താഴെ ബാക്കി റിയാക്ഷൻസ് ഉള്ളത് മാത്രം നോക്കിയാൽ ലോഡിൻ്റെ താഴെ എത്രമാത്രം മൊമെൻറ്റ് വരുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ടേക്കിംഗ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി. അപ്പം എം ഡി ഈക്വൽ ടു 60 ഇൻറ്റു എച്ച്. 60 എന്ന് പറയുന്നത് വി എ ആണ്. വി എയുടെ വാല്യൂ 60 ആണ്. അപ്പം 60 ഇൻറ്റു 5, ആ ഡി വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 60 ഇൻറ്റു 5. പിന്നെ ഇത് ഡിക്ക് അബൌട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പിന്നെന്താണ്? എച്ച് മൈനസ് എച്ച് ഇൻറ്റു വൈ ഡി. എച്ച് ഡിക്ക് അബൌട്ടായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്, അപ്പോൾ മൈനസ് ആണ്. അപ്പം എന്താ വരുന്നത്? മൈനസ് എച്ചിൻ്റെ വാല്യൂ 75 ഇൻറ്റു വൈ ഡി. ഇനി നമുക്കിവിടെ വൈ ഡി ആ ഡെപ്ത് നമുക്ക് അറിയത്തില്ല, അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ അൺസിമെട്രിക് കേസിൽ ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് h1/L1 സ്ക്വയർ. ഓക്കെ, h1/L1 സ്ക്വയർ ഈക്വൽ ടു h2/L2 സ്ക്വയർ. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ വൈ ഡി കണ്ടുപിടിക്കേണ്ടത്. അപ്പം
ഇക്വേഷൻ എന്താണ് അത് കാണാതെ പഠിച്ചോണം. H1/L1² ഈക്വൽ ടു H2/L2². ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് H1/H2 ഈക്വൽ ടു L1²/L2². അത് ഞാൻ H ടേംസ് ഒരിടത്ത് L ടേംസും ഒരു ടേമിലാക്കിയതേ ഉള്ളൂ കേട്ടോ. H1/L1² ഇസിക്കൽ ടു H2/L2². അതാണ് ഇക്വേഷൻ. അതിൽ നിന്ന് H1 H2 ഒരു ടേമിലായി ഒരു സെക്ഷനിലും L ടേംസ് ഒരു സെക്ഷനിലും ഒക്കെ. അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മൾ AD പോർഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ AD പോർഷൻ മാത്രം. അപ്പോൾ AD പോർഷൻ മാത്രം എടുക്കുമ്പോൾ H1 എന്ന് പറയുന്നത് 4 - YD. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ R1 ഞാൻ കാണിച്ചിരിക്കുന്നുണ്ട്, R1. അപ്പോൾ H1 നമ്മൾ ദ ഹോൾ ഫിഗർ ആസ് എ ഹോൾ ആർച്ചിൻ്റെ കേസിലാണ് ഇവിടെ H1 ഇവിടെ H2 എടുത്തത്. അപ്പം നമ്മൾ YD സെക്ഷൻ മാത്രം എടുക്കുമ്പോൾ H1 എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്. എന്ന് പറഞ്ഞാൽ ക്രൗൺ ഹിഞ്ചിൽ നിന്ന് D വരെയുള്ള ആ ഡിസ്റ്റൻസ്, മനസ്സിലായോ? ഈ ടോട്ടൽ എയിൽ നിന്ന് C വരെയുള്ള ഹൈറ്റാണ് H1 4 മീറ്റർ പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ എടുത്തേക്കുന്ന പോയിന്റ് D വരെയാണ് അല്ലേ. D തൊട്ട് A വരെയുള്ള സെക്ഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഈ D പോയിന്റ് തൊട്ട് ക്രൗൺ ഹിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് കാണുമ്പോൾ H1 എന്ന് ടേം ചെയ്യുന്നത്. ഞാനിവിടെ R1 ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് R1 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ R1 ആണ് നമ്മളിവിടെ പറയുന്നത് H1. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് C തൊട്ട് D വരെയുള്ള ഡിസ്റ്റൻസ്, അത് H1. പിന്നെ H2 എന്ന് പറയുന്നത് 4 മീറ്റർ. മനസ്സിലായോ? H1 എന്ന് പറയുന്നത് 4 - YD എന്ന് പറഞ്ഞാൽ YD എന്ന് പറയുന്നത് D തൊട്ട് A വരെയുള്ള ഡെപ്താണ്. ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് A വരെയുള്ള ഡെപ്താണ് YD. അപ്പോൾ നമ്മുടെ H1 എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് YD മൈനസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ക്രൗൺ ഹിഞ്ച് C തൊട്ട് D വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് ഞാനിവിടെ R1 എന്ന് ടേം ചെയ്തേക്കുന്നത്. ഈ R1 ആണ് ഇവിടുത്തെ H1. ഈ 4 മീറ്റർ ആണ് ഈ ടൈമിലെ H2. മനസ്സിലായോ? അപ്പോൾ ഇവിടെ H1 എന്ന് പറയുന്നത് 4 YDയും ദാറ്റ് ഈസ് R1, അതിനെ ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. പിന്നെ H2 എന്ന് പറയുന്നത് 4 മീറ്റർ. L1 എന്ന് പറയുന്നത് 5, L2 എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്. ഓക്കെ, L1 എന്ന് പറഞ്ഞാൽ A to D വരെയുള്ള ലെങ്ത്, L2 എന്ന് പറയുന്നത് A to C വരെയുള്ള ലെങ്ത്. മനസ്സിലായോ? അപ്പോൾ L1 5 മീറ്റർ, L2 എന്ന് പറയുന്നത് 10 മീറ്റർ. A തൊട്ട് C വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് L2 എന്ന് പറയുന്നത്. A തൊട്ട് D വരെയുള്ളതിനെ L1. H1 എന്ന് പറയുന്നത് R1 ആണ്, ദാറ്റ് ഈസ് 4 - YD, C തൊട്ട് D വരെയുള്ളത്. H2 എന്ന് പറയുന്നത് ഈ 4 മീറ്റർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇക്വേഷനിൽ നമ്മുടെ ഇക്വേഷൻ എന്ത്? H1/H2 ഈക്വൽ ടു L1²/L2². അപ്പോൾ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് 4 - YD, അങ്ങനെ YDയുടെ വാല്യൂ 3 മീറ്റർ നമുക്ക് കിട്ടും. ഇനി ഈ വാല്യൂ ഈ MD ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊമെൻ്റ് അബൌട്ട് D പോയിന്റ് അല്ലെങ്കിൽ 60 ലോഡ് ആക്ട് ചെയ്യുന്ന അവിടുത്തെ മൊമെൻ്റ് നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് 75 kN. സോ 60 kN ലോഡ് ആക്ട് ചെയ്യുന്നിടത്ത ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് 75 kN ആണ്. ഇനി അടുത്ത പോയിന്റ്, അടുത്ത സെക്ഷൻ ഏതാ? 120 kN ലോഡ് ആക്ട് ചെയ്തത്. അവിടെയും സെയിം ഏത് സെക്ഷനാ? BE, ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് E എടുക്കുക. അപ്പോൾ BE പാർട്ട് മാത്രം നോക്കുക. അപ്പോൾ ഇവിടെ H1 എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഈ YE ഡിസ്റ്റൻസ് കുറയ്ക്കുന്ന, എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് E വരെയുള്ള ഡിസ്റ്റൻസ്, സിയിൽ നിന്ന് സി പോയിന്റിൽ നിന്ന് E വരെയുള്ള ഡിസ്റ്റൻസ്, അത് R2. അതാണ് ഇവിടുത്തെ H1 എന്ന് പറഞ്ഞാൽ 16 - YE. 16 - ഈ R2 എന്ന് പറയുന്നത് എന്ത്? 16 - YE ഇല്ലേ? ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോഴല്ലേ ഈ ഡിസ്റ്റൻസ് കിട്ടുന്നത്, R2 ഡിസ്റ്റൻസ്. അതാണ് ഇവിടുത്തെ H1. H2 എന്ന് പറയുന്നത് 16 മീറ്റർ.
അതുപോലെ L1 എന്ന് പറയുന്നത് ബി പോയിന്റ് തൊട്ട് ലോഡ് ആക്ട് ചെയ്യുന്ന വരെ 10 മീറ്ററും L2 എന്ന് പറയുന്നത് 20 മീറ്ററും. എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഉണ്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം മൊമെൻ്റ് അറ്റ് ഇ കിട്ടും എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആക്ടിങ് അറ്റ് അണ്ടർ ലോഡ് 120 ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഉള്ള മൊമെൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ y വാല്യൂ 12 മീറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ മൊമെൻ്റ് കണ്ടുപിടിക്കുന്നത്. ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ.